ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി, നടക്കില്ലെങ്കിൽ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഘവേട്ട, ഇപ്പൊ എങ്ങനുണ്ട്? നിന്റെ കണക്കൂട്ടിലൊക്കെ പിഴച്ചു അല്ലേ? ഈ ഒരു പിടിവള്ളിയിലല്ലേ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? ജപ്തി അടുത്തടുത്ത് വരുന്നെന്ന് ഓർമ്മിപ്പിച്ചപ്പോഴെല്ലാം നീ നിന്റെ മനസ്സിൽ കണ്ട ചേക്കേറാനുള്ള ചില്ലയാ നിനക്കിപ്പോ ഇവിടെ നഷ്ടമായിരിക്കുന്നതേ. എന്തോന്നാലും അതിൽ നിന്നൊക്കെ തരണം ചെയ്യുന്നുള്ള നിന്റെ ആത്മവിശ്വാസം അതാ ഇവിടെ കാറ്റിലെ കരിയില പോലെ പറത്തിക്കൊണ്ടുപോയിരിക്കുന്നതേ. ആമേ, ഇനിയെങ്കിലും നീ മറ്റുള്ളവർ പറയുന്നൊന്ന് കേക്ക്. ജീവിതത്തില് പെണ്ണുങ്ങൾക്ക് തന്റെ ഇടവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും ഒക്കെ വേണം. പക്ഷേ അതിങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള വഴിയാവരുത്. രാഘവേട്ടൻ പറ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ ഭാമേ. ഇതുവരെ തേര് തെളിച്ച നീയല്ലേ? എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒന്ന് താമസിക്കാൻ പദ്ധതി ഇട്ടത്. നമ്മുടെ മകനോടെ ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ഇതിനിപ്പോ ഇങ്ങനെ മറുപടി കൊണ്ടുതരുന്നേ? ഇവിടെ ഇങ്ങനെ ഒരു തടസ്സം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭാമേ, ഇനി എന്താ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളില് പകച്ചു നിൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. അത് നിനക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം നീ മനസ്സിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. അതെ, ഒരു കൂട്ടുകുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോഴേ കൂട്ടായൊരു തീരുമാനം എടുക്കുന്നതാണ് ഉചിതം. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതുപോലെ വഴിയിലൊക്കെ നിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാവണം. എനിക്കിങ്ങനെ അധികം നേരം ഒന്നും അലയാൻ പറ്റില്ല. അസുഖക്കാരനാ. എന്റെ അനുസരണ കിട്ടുന്ന കൈയും കാലമൊന്നും അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനം എന്തായാലും എത്രയും വേഗം വേണം.